അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വളരെ മഹത്വം നിറഞ്ഞ നോമ്പാണ് അറഫ നോമ്പ്. അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് മുമ്പ് പറഞ്ഞിരുന്നു. ഇനി അതിൽ നിയ്യത്ത് വെക്കേണ്ട രൂപം എങ്ങനെയാണ്? ഈ പ്രാവശ്യത്തെ അറഫക്ക് വളരെയധികം പ്രത്യേകതയുണ്ട്. വ്യാഴാഴ്ച ദിവസമായതുകൊണ്ട് നമുക്ക് വ്യാഴാഴ്ച സുന്നത്ത് നോമ്പിൻ്റെ കൂലിയും നമുക്ക് കിട്ടും നിയ്യത്ത് ഉൾപ്പെടുത്തിയാൽ. അതുപോലെ തന്നെ അറഫ നോമ്പിൻ്റെ കൂലിയും, അതുപോലെ ഖളാ വീട്ടാനുള്ള ആളുകൾക്ക് ഖളാഇൻ്റെ നിയ്യത്ത് വെച്ചാൽ ഒരു നോമ്പ് വീടുന്നതാണ്. അങ്ങനെ 3 മഹത്വം ഈ പ്രാവശ്യത്തെ അറഫ നോമ്പിനുണ്ട്. ഒന്ന്, അറഫ നോമ്പിൻ്റെ പ്രതിഫലം, അതുപോലെ തന്നെ വ്യാഴാഴ്ച സുന്നത്ത് നോമ്പിൻ്റെ പ്രതിഫലം, അതുപോലെ ഖളാ വീട്ടാനുള്ള ആളുകൾക്ക് ഇതിൻ്റെ കൂടെ ഖളാ വീട്ടാം. 3 കാര്യങ്ങൾ ഈ അറഫ നോമ്പിൽ ഉൾപ്പെടുത്താം. ഖളാ വീട്ടാൻ ഇല്ലാത്ത ആളുകൾക്ക് അറഫ നോമ്പും അതുപോലെ വ്യാഴാഴ്ച സുന്നത്ത് നോമ്പിൻ്റെ നിയ്യത്ത് കൂടി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ 2 പ്രതിഫലവും കിട്ടുന്നതാണ്. അതിൻ്റെ നിയ്യത്ത് അറഫ നോമ്പിൻ്റെ നിയ്യത്താണ്, ശ്രദ്ധിക്കുക. നവൈതു സൗമ ഗദിൻ അൻ അദാഇ സുന്നത്ത യൗമി അറഫ അദാ ലില്ലാഹി തആല. ഒന്നുകൂടെ പറയാം. നവൈതു സൗമ ഗദിൻ അൻ അദാഇ, സുറ്റി വീട്ടുവാൻ കരുതിയെന്ന് നിയ്യത്ത് വെച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി